ഇന്ന് സേമി വെച്ചിട്ടൊരു ഐറ്റംസ് ഉണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ആദ്യം ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നല്ലോണം ചൂടായതിനു ശേഷം എണ്ണ വയ്ക്കാം. സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞ സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇവിടെ നല്ലോണം ഇളക്കിയതിന് ശേഷം അതുപോലെ തന്നെ പൊട്ടോട്ടോ സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞതും അതും ആഡ് ചെയ്ത് കൊടുക്കുക. അത് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങ് അത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇളക്കി വേവിക്കട്ടെ. അതുപോലെ തന്നെ ഗ്രീൻ പീസ്, പച്ചക്കടല, പട്ടണിക്കടല ഇതും ഹാഫ് വേയിൽ വേവിച്ചാൽ മതി കേട്ടോ. അത് നല്ലോണം ഇളക്കി വേവിച്ചിട്ട് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ. എന്നിട്ട് മൂടി വെക്കുക. ഏകദേശം ഇതതിൻ്റെ ശേഷം തുറന്ന് കൊടുത്താൽ മതി കേട്ടോ. നല്ല മഴയൊക്കെയാണല്ലോ, എല്ലാവരും സേഫായിട്ടിരിക്കുക. വെള്ളപ്പൊക്കമൊക്കെ ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ, പക്ഷേ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് മൂടി തുറന്ന് വെച്ചിട്ട് ഒരു ഹാഫ് വെയിലേക്കുണ്ട്. അതുപോലെ തന്നെ സേമി നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച പോലെ ഹാഫ് വെയിൽ വേവിച്ചാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ നല്ലോണം വെന്ത് പോകില്ല, ഹാഫ് വെയിൽ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാമല്ലോ. അതുപോലെ തന്നെ ചിക്കൻ മസാല ഇതിലേക്ക് ആഡ് ചെയ്യണം, പക്ഷെ ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ. ചിക്കൻ മസാല, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ തന്നെ ആഡ് ചെയ്തിട്ട് നല്ല ഇളക്കി വേവിക്കും ചെയ്ത് സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ. കുട്ടികൾക്ക് മേഗയൊക്കെ ഇഷ്ടപ്പെട്ടതല്ല. അതുപോലെ തന്നെ ഇതൊരു നല്ല പറ്റിയൊരു ഐറ്റംസാണ് കേട്ടോ. ആരോഗ്യത്തിന് നല്ലതാണ്. ഗ്രീൻ പീസും പൊട്ടാട്ടൊക്കെ നല്ലതല്ല. അപ്പോൾ ഇതൊന്നും രാവിലെ എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടോ, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട